എന്തെങ്കിലും ഒരു ചെറിയ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടാകും അല്ലേ, ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടും, അതല്ലെങ്കിൽ അങ്ങ് കരഞ്ഞ് വിളിച്ച് അല്ലെ ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട്, അതായത് കുറച്ചൊരു ഡ്രാമ കാണിക്കുന്നില്ലെന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് ചിലർ അങ്ങനെ അങ്ങ് ഒരു ഡ്രാമാറ്റിക് ആകുന്നത്, അല്ലെങ്കിൽ കൂടുതലൊരു നാടകീയത വരുത്തുന്നത്? അപ്പം അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകേണ്ടി വരികയാണെങ്കിൽ അത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഡെയിലി ലൈഫിലെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക, ഫാമിലി ഫ്രണ്ട്സ് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക. ചില മനുഷ്യർ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാമയൊക്കെ കാണിക്കുന്നത് അല്ലേ. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫുഡൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു ഡ്രാമ. അയ്യോ, ഇതെത്ര നേരം എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെന്നറിയാമോ, ഇത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് വേണ്ടി ചെയ്തെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സിമ്പിളായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ കുറച്ചൊന്ന് അല്ലേ പർവ്വതീകരിച്ചൊക്കെ അങ്ങ് പറയും. അപ്പോൾ അതിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്കൊരു ശ്രദ്ധ ലഭിക്കണം. ഇത് കേൾക്കുന്ന ആൾക്കാർ, അവരുടെ ഈ ഡ്രാമ പെർഫോമൻസ് അത് കാണുന്നവർ, കേൾക്കുന്നവർ അയ്യോ നന്നായിട്ടുണ്ടല്ലോ, നല്ല ഫുഡാണ്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ അവരെ ഒന്ന് അഭിനന്ദിക്കണമെന്നും അവർക്കൊരു അംഗീകാരം ലഭിക്കണമെന്നും അങ്ങനെ ഒരു ശ്രദ്ധ കിട്ടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഡ്രാമ കാണിക്കും. ഇനി ചില മനുഷ്യരുണ്ട് വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ. അങ്ങനെയുള്ളവരുടെയും പെരുമാറ്റമൊക്കെ കുറച്ച് നാടകീയമായി പോകും. ഇപ്പം നമ്മളൊരു മാങ്ങ വീണു എന്ന് പറയുമ്പോൾ ആ വീണു മാത്രം കേട്ടിട്ട് അവർ അയ്യോ ആര് വീണു, എവിടെ വീണു, അവരുടെ കണ്ണും തള്ളിയുള്ള നിപ്പ് കാണുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകും, ഇതെന്താ സംഭവിച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ ചിലരെ ഉണ്ട് അല്ലേ, ചെറിയ കാര്യങ്ങൾ മതി. ഇപ്പോൾ സഹായത്തിന് ഒരാളെ വിളിച്ചു, സഹായിക്കാനായിട്ട് അവർ വന്നു. ഉടനെ തന്നെ അയ്യോ നിങ്ങൾ ആണ് എൻ്റെ രക്ഷകൻ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചെന്നുള്ള രീതിയിലൊക്കെ അങ്ങ് കരഞ്ഞു വിളിച്ച് അല്ലേ, ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വന്നിട്ട് അങ്ങനെ, അതായത് വൈകാരികമായിട്ടുള്ള അവർ ആ ഒരു പ്രതികരിക്കുന്നതിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചെറിയതായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടതൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അവരിൽ അങ്ങനെയുള്ളവരിൽ നമുക്ക് ഈ നാടകം കാണാൻ പറ്റും. ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെടുമോ അതല്ലെങ്കിൽ നിരസിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം ചില വ്യക്തികളിൽ ഉണ്ടാകും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്, ഇപ്പോൾ ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന, ചില അമ്മമാർക്ക് തോന്നാറുണ്ട് അല്ലേ, മരുമകൾ വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു മകൻ്റെ അടുത്തുള്ള ആ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ കുറഞ്ഞു പോകുമോ, അവരെ അങ്ങ് മാറ്റി നിർത്തുമോ, അങ്ങനെയുള്ളൊരു ഭയമൊക്കെ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അവൻ്റെ ഇഷ്ടവിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഞാനാണ്, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവനത് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഉണ്ടാക്കുന്നതേ അവൻ കഴിക്കുള്ളൂ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അല്ലെ അതുപോലത്തെയുള്ള സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഡ്രാമാറ്റിക് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്തിട്ട് പറയും. കാരണം അവർ മകനിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചില പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളവർക്കും ഈ ഒരു അമിതമായിട്ടുള്ള എക്സ്പ്രഷനോ അല്ലെങ്കിൽ നാടകീയതയൊക്കെ അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത് സ്ഥിരമായിരിക്കും. എന്നുവെച്ചാൽ അവർക്ക് ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നാടകീയമായിട്ടുള്ള പെരുമാറ്റം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ ചിലപ്പോൾ സിമ്പിളായിട്ടൊക്കെ സംസാരിക്കുന്നവരും പെരുമാറുന്നവരും ഒക്കെ ആയിരിക്കാം. പക്ഷേ ചുറ്റും ചിലപ്പോൾ വർക്ക് പ്ലേസിലായിരിക്കാം, ഓഫീസിലോ അതല്ലെങ്കിൽ ചിലപ്പം കല്യാണം കഴിച്ച് ചെന്ന് കയറുന്ന വീട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ ഇതുപോലെ നാടകീയമായി പെരുമാറുന്നവരാണെങ്കിൽ അവരുമായിട്ട് കുറച്ച് നാൾ ഇടപഴകി കഴിയുമ്പോൾ ഈ വ്യക്തിക്കും ചിലപ്പോൾ ഈ ഒരു നാടകീയത അപ്പം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കണ്ണ് മിഴിച്ച് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് അങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പ്രവണത വന്നേക്കാം.
ഇനിയും ചില ആളുകളുടെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ആശയവിനിമയ രീതിയാണ് ഈ ഡ്രാമാറ്റിക് ആയിട്ട് പറയുക എന്നുള്ളത്. അപ്പം എന്ത് പറഞ്ഞാലും അവരങ്ങ് അതിശയോക്തി കലർന്നിട്ടേ പറയത്തുള്ളൂ. ഇപ്പം ഒരു ഫുഡ് കൊടുത്തു, അവന് കുറച്ച് എരിവോ ഉപ്പോ ഒക്കെ ആണെങ്കിൽ, അയ്യോ ഇതിന് എരിവ് കൂടുതലാണ് ഉപ്പ് കൂടുതലാണ് എന്ന് പറയുന്നതിനേക്കാൾ അവർ പറയാൻ പോകുന്ന, എൻ്റെ ദൈവമേ എൻ്റെ നെഞ്ച് കത്തിപ്പോകുന്നു, ഉയ്യോ ഇതുപോലത്തെ എരിവുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, അയ്യോ കഴിച്ചിട്ട് വായി വെക്കാൻ വയ്യ എന്തൊരുപ്പ്, അങ്ങനെയൊക്കെ. അതായത് ചെറിയൊരു കാര്യം പറയേണ്ടതിന് അവർ കുറച്ചൊരു നാടകീയത ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ശൈലിയുള്ളവരുണ്ട്. ചില മനുഷ്യർ, അവർക്ക് ചിലപ്പം ഉള്ളിൽ എന്തെങ്കിലും, അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമോ സങ്കടമോ ഒക്കെ ഉണ്ടാകും. അപ്പം അതിനെ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ കുറച്ച് അതിനെ ഒരു നാടകീയമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആ നാടകീയതമായിട്ട് എന്താണോ പറയുന്നത് അതിലേക്കല്ലേ പോവുള്ളൂ. അപ്പം ഇവരുടെ ആ ഒരു ഉള്ളിലുള്ള മനസ്സിലുള്ള പ്രശ്നങ്ങൾ ആരും അതിലേക്ക് ഫോക്കസ് ചെയ്യത്തില്ല. ആ ഒരു സ്വന്തം പ്രശ്നത്തിൽ നിന്ന് ഒന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ട് ഈ നാടകീയത പ്രകടിപ്പിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചിലർക്ക് എന്നെ ആരും കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു ഫീലിംഗ് തോന്നും. അപ്പം അങ്ങനെയുള്ളപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവർ കുറച്ച് നാടകീയത കാണിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു വയ്യാഴിക അഭിനയിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ആൾക്കാർ ചുറ്റും കൂടും, അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം അങ്ങനെ ആ ഒരു ഇമോഷണലി അവർ ഡൗൺ ആകുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് ആൾക്കാർ ചുറ്റും കൂടുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രാമ കാണിക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ ഡ്രാമ കാണിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെയധികം എനർജി ഇവർക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രാമാറ്റിക് ആയിട്ടൊരു കാര്യം കാണുമ്പോൾ അറിയാതെ തന്നെ ആ രീതിയിൽ പ്രതികരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കുറച്ച് നാളാകുമ്പോൾ നമ്മുടെ വൈകാരിക ഊർജ്ജമാണ് നമുക്ക് നഷ്ടമാകുന്നത്. പിന്നെയുള്ളത്, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കപ്പെടും പലപ്പോഴും ഈ നാടകീയത കൂടുമ്പോൾ, അല്ലേ? ഒരു പെരുപ്പിച്ച് കാണിക്കലാണ് വരുന്നത്. അപ്പം ആ ഒരു പൊരുത്തക്കേട്, റിയാലിറ്റിയും ഈ നാടകീയതയും തമ്മിലുള്ള പൊരുത്തക്കേട് നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കും. ലളിതമായിട്ട് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് പ്രശ്നങ്ങളാകുമ്പോഴത്തേക്ക് അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും കാലക്രമേണ. അതുപോലെ തന്നെ ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും. സ്ഥിരമായിട്ട് ഈ നാടകം ആണ് കാണിക്കുന്നതെങ്കിൽ പെരുമാറ്റത്തിൽ. അതുപോലെ തന്നെ വിശ്വാസ്യതയും കുറയും. അപ്പം നമുക്ക് കുറച്ച് ആളെ മനസ്സിലായി കഴിയുമ്പോൾ എന്ത് കണ്ടാലും നാടകീയമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ നമുക്കെന്താണ്, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നൊരു തോന്നലാണ് ഉണ്ടാവുക. പിന്നെ മറ്റൊരു മെയിൻ പ്രശ്നം വരുന്നത്, യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവഗണിക്കും. കാരണം പുലി വരുന്നേ പുലി ആ കഥ പോലെ ആയി പോകും, അല്ലേ? ഈ എല്ലാ കാര്യത്തിനും സിമ്പിളായിട്ടുള്ളതിനും ഒക്കെ അങ്ങ് വളരെ നാടകീയതമായിട്ട് അവർ പ്രതികരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളൊരു പ്രശ്നം വരുമ്പോൾ അത് കേൾക്കുന്നവർ സിമ്പിളായിട്ട് അങ്ങ് എടുക്കും. അപ്പോൾ ഈ നാടകീയമായിട്ട് പ്രതികരിക്കുന്നവർ, അതല്ലെങ്കിൽ എപ്പോഴും ഡ്രാമാറ്റിക്കായിട്ട് പെരുമാറുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അത് അവരുടെ ആരോഗ്യത്തെയും ബാധിക്കും, അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു വികാരങ്ങളെ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലേ? കൂടുതൽ നാടകത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കാര്യങ്ങൾ സിമ്പിളായിട്ട് അവതരിപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഫലപ്രദമായ ഒരു ആശയവിനിമയം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ ആ ഒരു നാടകീയതയെങ്കിൽ നമ്മളൊരു ബൗണ്ടറി നിശ്ചയിക്കുക. നമ്മളതിന് എത്രത്തോളം പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇനി അമിതമായ ഒരു നാടകീയത, അപ്പം അത് അവരെയും നമ്മളെയും ബാധിക്കുകയാണെങ്കിൽ ആ ഒരു പെരുമാറ്റത്തിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ഒരു സംവേദനക്ഷമതയോടുകൂടി തന്നെ അവരെ സമീപിക്കുക. അതുപോലെ തന്നെ
ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുക. പരിഹാരത്തിനായിട്ട് നമുക്ക് പ്രൊഫഷണലായിട്ടൊരു സഹായം തേടാനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. Hope this brought a smile on your face. Let the smile go on. Thank you.